വാട്ടർ അതോറിറ്റിയുടെ കൂളിമാട് പമ്പിംഗ് സ്റ്റേഷന് മുന്നിൽ നിന്നും വാവൂർ വഴി തെങ്ങിലക്കടവിലേക്ക് 6 കിലോമീറ്ററാണ് ദൂരം. എന്നാൽ ഇതേ സ്ഥലത്ത് നിന്നും പൈപ്പ് ലൈൻ റോഡ് വഴി തെങ്ങിലക്കടവിലേക്ക് 3.5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ യാത്രക്കാരെല്ലാം ബൈപ്പാസായി ഉപയോഗിക്കുന്നത് പൈപ്പ് ലൈൻ റോഡിനെയാണ്. അങ്ങനെയുള്ള പൈപ്പ് ലൈൻ റോഡിന്റെ ഇന്നത്തെ അവസ്ഥയാണിത്. കാൽനട യാത്ര പോലും ദുഷ്കരം. ദിവസേന ചെറുതും വലുതുമായ നിരവധി വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകാറുണ്ട്. ധാരാളം സ്കൂൾ വിദ്യാർത്ഥികളും എളുപ്പത്തിൽ എത്തിച്ചേരാൻ ഇതുവഴിയാണ് യാത്ര ചെയ്യുന്നത്. വാട്ടർ അതോറിറ്റിയുടെ അധീനതയിലുള്ള ഈ റോഡ് 1.5 വർഷം മുമ്പ് നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ടാറിംഗ് ചെയ്ത് നവീകരിച്ചിരുന്നു. എന്നാൽ ഒറ്റ മാസമേ നവീകരിച്ച റോഡിന് ആയുസ് വാട്ടർ അതോറിറ്റി അനുവദിച്ചുള്ളൂ. അപ്പോഴേക്കും പുതിയ പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ റോഡ് 3/4 ഭാഗത്തോളം പൊളിച്ചു നീക്കി. പിന്നെ ഇതുവരെ നവീകരിച്ചിട്ടില്ല. സമരങ്ങളും പ്രതിഷേധങ്ങളും ഉയർത്തുകയും പരാതികൾ നിരവധി നൽകുകയും ചെയ്തെങ്കിലും റോഡ് നവീകരിക്കാൻ യാതൊരു നടപടിയും എടുക്കുന്നില്ല. മഴയെത്തിയതോടെ ചെളി നിറഞ്ഞ് നടക്കാൻ പോലും പറ്റാതായ റോഡിന്റെ ദുരവസ്ഥ പരിഹരിക്കാൻ അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ശോചനീയാവസ്ഥ എന്നുള്ള നമ്മൾ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് റോഡ് നന്നാക്കി പിന്നീട് വീണ്ടും ഒരു പൈപ്പായി വരും. ഒരു ദുരിതാവസ്ഥയിലാണ് ഈ പൈപ്പ് ലൈൻ റോഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ സവാദിയിൽ ഈ ചുറ്റുവട്ടം താമസിക്കുന്ന എല്ലാവരുടെയും അവസ്ഥ. ഒരു പ്രതീക്ഷയിൽ 10-15 ദിവസം നടക്കുകയാണ്, പിന്നീട് അത് ഒരു ദുരിതാവസ്ഥ തന്നെ മാസങ്ങളോളം കൊല്ലങ്ങളോളം നടക്കേണ്ട ഒരു ഗതികളാണ് ഞങ്ങൾക്കുള്ളത്. അഥവാ ഞങ്ങൾ എല്ലാവരും പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ റോഡ് നന്നാക്കി തരും. വീണ്ടും പൈപ്പായി വന്നിട്ട് പിന്നെയും കുത്തി കയറിയിട്ട് അവർ അതേ അവസ്ഥയിലേക്ക് തന്നെ അതിനും കുറച്ചുകൂടെ മോശമായ അവസ്ഥയിലേക്ക് അവർ വലിച്ചെടുക്കും. ഈ അവസ്ഥയിലാണ് ഞങ്ങൾക്ക് ഈ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്ക് രോഗികൾക്ക് കൊണ്ടാൻ പറ്റാത്ത ഒരു വളരെയധികം ശോചനീയാവസ്ഥയാണ് ഞങ്ങൾക്കുള്ളത്. മേലെ ഭാഗത്ത് BHയിൽ നിന്നും പിന്നെ പനങ്ങോട് ജംഗ്ഷനിലേക്ക് വരുന്ന ആ വഴി വളരെ ദുരിതാവസ്ഥ, എന്നും മണ്ണിടിച്ച് വരും, റോഡ് അപകടകരമായി ചെയ്തു. അതിൽ നിന്ന് പൈപ്പ് ലൈനിൽ നിന്ന് താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ തെങ്ങിലക്കടവ് ജംഗ്ഷൻ വരെ വളരെയധികം മോശമായ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. അത് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്കൊരു യാത്ര സൗകര്യമാക്കി തരണമെന്നാണ് ഞങ്ങൾ ഇവിടുത്തെ ജനങ്ങൾ എല്ലാവരുടെയും ഒരു അഭിപ്രായമാണ് പറയുന്നത്. ഇത്രമാത്രം ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന ഒരു ഏരിയയാണ്. ഇപ്പൊ ഇവിടെ റോഡിന്റെ സൈഡ് ആയതുകൊണ്ട് അതിന് നല്ലൊരു അവസ്ഥ നിങ്ങൾ ഉണ്ടാക്കി തരണമെന്ന് എല്ലാ ഭാരവാഹിയും നല്ല ഒരു ദയനീയ അവസ്ഥയിൽ ഞങ്ങളെ വേദന ഞങ്ങൾ അറിയിക്കുകയാണ്.